ചില സീരിയലുകൾ മാരകമായ വിഷം തന്നെയാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. താൻ പറഞ്ഞത് ചില സീരിയലുകളെ കുറിച്ചാണെന്നും കലാസൃഷ്ടി അല്പം പാളിയാൽ ഒരു ജനതയെ അപജയത്തിലേക്ക് നയിക്കുമെന്നും പ്രേംകുമാർ പറഞ്ഞു. കുടുംബ സദസ്സുകളിലേക്ക് എത്തുന്ന സീരിയലുകളിലൂടെ കുട്ടികളുടെ അടക്കം ജീവിത വീക്ഷണം മാറുമെന്നും പ്രേംകുമാർ പറഞ്ഞു. തന്റെ അഭിപ്രായത്തിന് പൊതു സമൂഹത്തിൽ നിന്ന് ലഭിച്ചത് വലിയ സ്വീകാര്യതയാണെന്നും എന്നാൽ ചിലയിടങ്ങളിൽ അത് ക്രൂശിക്കപ്പെടുന്നുവെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പറഞ്ഞു. ചിലത് അത് അടിവരയിട്ട് തന്നെ പറയണം. അത് എൻഡോസൾഫാനെ പോലെ സമൂഹത്തിന് അപകടമാണ് എന്നത്. കല എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത് അതൊരു ജനസമൂഹത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കലാസൃഷ്ടി, കലാപ്രവർത്തനം, കലാകാരൻ ഒരല്പമൊന്ന് പാളിപ്പോയാൽ അതൊരു ജനതയെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നവർ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അത് കൈകാര്യം ചെയ്യണം എന്ന ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. PS അനുരാഗ് തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. അനുരാഗ്, എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ സീരിയലുമായി സംബന്ധിച്ച പരാമർശങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അടക്കം ചർച്ച ചെയ്തതാണ്. എന്നിരുന്നാലും പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. ആത്മീയടക്കം രംഗത്ത് വന്നിരുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹം നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അക്കാര്യം ഒന്നുകൂടി അടിവരയിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? തിരുവനന്തപുരത്ത് നടന്ന തോപ്പിൽ ഭാസി അവാർഡ് വിതരണ ചടങ്ങിലാണ് അദ്ദേഹം സീരിയലുകളെ വിമർശിച്ചതിൽ ഉറച്ചു നിൽക്കുന്നു, തൻ്റെ പരാമർശങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം വീണ്ടും ആവർത്തിക്കുന്നത്. ചില സീരിയലുകളെ മാത്രമാണ് താൻ വിമർശിച്ചത്. ചില സീരിയലുകൾ ഇപ്പോഴും എൻഡോസൾഫാനെ പോലെ തന്നെയാണ്, മാരക വിഷം തന്നെയാണ് സമൂഹത്തിൽ പടർത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ചില സീരിയലുകളെ കുറിച്ചാണ് താൻ പറഞ്ഞത്. കലാസൃഷ്ടി അല്പം പാളിയാൽ ഒരു ജനതയെ തന്നെ അപജയത്തിലേക്ക് നയിക്കും. ചില സീരിയലുകൾ മാരകമായ വിഷം തന്നെയാണ്. സീരിയലുകൾ കുടുംബ സദസ്സുകളിലേക്കാണ് എത്തുന്നത്. സിനിമകൾ ആവശ്യമെങ്കിൽ ടിക്കറ്റ് എടുത്ത് തിയേറ്ററുകളിൽ പോയി കാണുന്നവയാണ്. പക്ഷേ സീരിയലുകൾ കുടുംബ സദസ്സുകളിലേക്ക് എത്തുന്നതാണ്. അതിൽ കുട്ടികൾക്കൊപ്പം ഇരുന്ന് തന്നെ അമ്മമാർ കാണുന്നുണ്ടാവാം. അങ്ങനെ ഈ കുട്ടികൾ ഈ ദൃശ്യം കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ ബന്ധങ്ങൾ, ഇതാണ് കുടുംബം എന്ന രീതിയിലേക്ക് അവർ വീക്ഷിക്കും. ആ രീതിയിലായിരിക്കും അവരുടെ വീക്ഷണം പോവുക. അങ്ങനെയായിരിക്കും അവർ ഭാവിയിൽ പെരുമാറുക എന്നുള്ള കാര്യമാണ്. ഇതൊക്കെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് താൻ ചില സീരിയലുകളെ ആ രീതിയിൽ വിമർശിച്ചത്. എന്തായാലും തൻ്റെ ആ പരാമർശം അല്ലെങ്കിൽ വിമർശനം സമൂഹം വലിയ രീതിയിലാണ് ഏറ്റെടുത്തത്. പക്ഷേ ചില കോണിൽ നിന്ന് അത് ക്രൂശിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ആ രീതിയിൽ തന്നെ വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നേരത്തെ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കുമുള്ള മറുപടിയായി തന്നെയാണ് അദ്ദേഹം ഇന്ന് ഈ പൊതുവേദിയിൽ ഈ പരാമർശങ്ങളിൽ അല്ലെങ്കിൽ ഈ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയത്. ശരി അനുരാഗ്.